ഷൈനി ഒരിക്കലും ആ വീട് വിട്ടിറങ്ങി വന്നതല്ല. അവളെ അന്നേരം അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്ക് സ്വയം ഇറങ്ങിപ്പോകുന്ന ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. ഷൈനി പ്രതികരണശേഷി ഇല്ലാന്നതല്ലേ അവൾക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കും? ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല, അച്ഛനും കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ള വീടല്ലേ. ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോരും, നീ സഹികെട്ടെങ്കിൽ പോരും, അല്ലെ നീ അടിയും തെറ്റുമൊക്കെ അന്നാരെ ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാം. പക്ഷേ ആ 3 മക്കളെ ഓർത്തുകൊണ്ടാണ് ഷൈനി വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. നമസ്കാരം. ഭർത്തൃപീഡനത്തെ തുടർന്ന് മക്കളുമായി ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ ഏറ്റുമാനിലെ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം, ഷൈനി ഒരിക്കലും ആ വീട് വിട്ടിറങ്ങി വന്നതല്ല. നോബി ഒരു പകൽ മുഴുവൻ ഷൈനിയെ മർദ്ദിച്ചു. പിന്നീട് രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. തൊട്ടടുത്തുള്ള അയൽവാസികൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഷൈനിയുടെ മാതാപിതാക്കൾ അവിടെ എത്തി ഷൈനിയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഷൈനിയുടെ പിതാവാണ് ഇക്കാര്യം മറുനാടിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പിതാവ് കുര്യാക്കോസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നോബിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നീതി കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ നീതി കിട്ടിയ ഈ നോബിയെ അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ. എൻ്റെ കുഞ്ഞും മകളും പോയി, മകളുടെ 2 പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ. എൻ്റെ മൂത്ത മകളായിരുന്നു, മനസ്സിലായി. അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീതിയായിട്ട് ഇപ്പം അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആകിയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. എൻ്റെ പരാതി കൊടുത്തിരുന്നില്ലേ? പിന്നെ എവിടേക്കാണ് പരാതി കൊടുത്തത്? ഫാമിലി കോർട്ടിലും ഏറ്റുമാനൂർ തൊടുപുഴ സ്റ്റേഷനിലും. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതവർ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും വെക്കണ്ടെന്നാണ്, സർക്കാർ വക്കീലാണ്. അത് മതി. അവനവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ പുല്ലുപോലെ നടപ്പുണ്ട്. അന്ന് എന്ത് പരാതി നമ്മൾ കൊടുത്ത്? അവളെ അന്നേരം അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്, ഇറക്കി വിട്ട പെണ്ണിനെ. അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ, പിന്നെ SI സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുമായത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ, സാക്ഷിയുണ്ട് ആ കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ലേ. ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പുള്ളി ഉണ്ടെന്നേ, അതൊക്കെ കഴിഞ്ഞാൽ പോയി. അപ്പോൾ എന്നറിയാം, ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ ഉണ്ട് നമ്മളെല്ലാം പറയാം. അമ്മച്ചിയുടെ പേരെന്താ? ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാണ് സർവിക്കൽ ക്യാൻസറസ് ആയിട്ട് ഞാൻ കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറങ്ങി പോകുന്ന ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാതൊക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്, മനസ്സിലായി. പിന്നെ ഞാൻ ആ വീട്ടിലൊരു വീട്ടിലും പോയിട്ടില്ല. രാത്രി 2:30 ആയപ്പോൾ അവിടെ വന്ന് അന്ന് തന്നെ വനിതാ സെല്ലിലും ഏറ്റുമാനൂർ തൊടുപുഴ സ്റ്റേഷനിലും പറഞ്ഞിട്ട് പോകുന്ന. ഷൈനി അന്ന് എന്താണ് അച്ഛനോട് പറഞ്ഞത്? അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്നാ പറഞ്ഞത്? ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണശേഷി ഇല്ലാന്നതല്ലേ അവൾക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അതാ അവിടെ ജീവിതത്തിൽ ഉള്ള ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഇവിടെ ഈ ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഡോക്ടറുടെ ഇൻറ്റിമേഷനൊക്കെ അങ്ങ് പോയതാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുന്ന എന്നാന്ന് എനിക്കറിയത്തില്ലല്ലോ. അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഗുളികയെല്ലാം കൊടുത്ത് ഓയിൻമെൻറ്റ് കൊടുത്തു വിട്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു, മേലായിരുന്നു, നമുക്ക് മേലായിരുന്നു. പക്ഷെ അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല. അതിന് ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല. ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നോ? അവർ അറേഞ്ചർ മാറ്റിയില്ല. പിന്നെ ഇൻഷുറൻസ് എടുത്തിരുന്നെന്ന് പറഞ്ഞാൽ അതായത് അവിടെ കെട്ടിച്ച് വിട്ടിയെന്ന് പോലെ ഞാൻ ജൂൺ 9-ാം തീയതി കൂട്ടിക്കൊണ്ട് പോരുന്ന വരെയുള്ള ഒരു 150 പേജിൻ്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട്. ഇൻഷുറൻസ് അല്ല, അവൾ അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് 3 പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിനും കൊടുത്തിരിക്കുന്ന. നിയമത്തിൽ വിശ്വാസമുണ്ട്? നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടുമെന്ന് ഓർത്തിരിക്കും.
കുടുംബശ്രീ വഴി ലോൺ എടുത്തതിൻ്റെ കാര്യങ്ങളോടൊന്ന് പറഞ്ഞു നമ്മൾ. ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ എങ്ങനെ തരുന്നത്? ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചിലവിനായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞതേ, നോബി ഈ 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കിയാണ്. അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം? അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അതാ അവിടെയുള്ളവർ ചോദിക്കാൻ പറയാം. അയൽക്കൂട്ടംകാർ പറഞ്ഞാൽ അവിടെ തന്നെ ചിലവാക്കിയാണ്. പിന്നെ ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഇല്ലല്ലോ. നമുക്കൊരു 10 പൈസ പോലും ഒന്നുമില്ല. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചുകൊണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പുറകെ അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടു തന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്ത് കൊടുത്തു. ഈ ജോലി കിട്ടാത്ത കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലയിടത്തും ജോലി അന്വേഷിച്ച കാര്യം. ഞാനും കൂടെ കൂടിയല്ലേ പോയി എല്ലായിടത്തും പോയത്. 10-12 ആശുപത്രി. പക്ഷേ അതിന് കുറ്റക്കാരൻ നമ്മളല്ലേ. ഗ്യാപ്പാണ്, 10-12 വർഷത്തെ ഗ്യാപ്പാണ് കൊച്ചിന്. അപ്പോൾ അതുകൊണ്ട് ആരും കൊടുക്കില്ല. നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി RN ക്ലക്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെ ഇരുന്ന് കാശ് പിള്ളേ ആംഗ്ലമാർ മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് പഠിച്ച് തീർന്നിട്ട് ഇത് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ ബോംബെയിൽ എവിടെയെങ്കിലും പോയേക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഇവിടെ ഒന്നും നടന്നില്ല. ഞാനിന്ന് ഹോളി ക്രോസിലെ പ്രിൻസിപ്പാളിനെ വരെ വിളിച്ച് ചോദിച്ച മനുഷ്യൻ. അല്ല, ഫോണിൽ കൂടെ വിളിച്ചായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലില്ല. അത് ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയത്തില്ല. പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് പറയുന്നത് ഇല്ല. എൻ്റെ കയ്യിലില്ല. വേണം പിന്നെ. അല്ല, എൻ്റെ കയ്യിലേക്ക് ഫോൺ വേണമെന്ന് ചോദിച്ചെന്നാൽ പോലീസിനോ അന്വേഷണക്കാർക്കോ അത് ആവശ്യമാണെങ്കിൽ അവരുടെ ഇരുന്നിട്ടല്ലേ ഫോൺ നിലവിൽ കാണും. പിന്നെ അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ മോളുമാരി ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്നറിയോ? സർക്കിൾ കൂടത്തെ ആ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വന്ന് ഫോൺ അവർ എടുത്തേച്ച് പിന്നെ അവിടെ വെച്ചിട്ട് പോവാ. ഇത് അവർക്ക് ഭയങ്കര ടെൻഷൻ. അവർക്കൊന്നും മേലെ. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരാൾക്ക് 3 കൊച്ച്, ഒരാൾക്ക് 2 കൊച്ച്, മറ്റവർക്ക് 1 കൊച്ച്, അതുങ്ങളെയൊക്കെ അവിടെ ആക്കിച്ച് പോന്ന ഒരു വയസ്സും ഒക്കെ ഉള്ളത്. ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. അതാ അവരുടെ ഉള്ളിലുള്ളതിന്. മകനോ എല്ലാ വെള്ളിയാഴ്ച ദിവസവും 8:30 മണിയാകുമ്പോൾ അവന് ഫോൺ കൊടുക്കുമ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. അതപ്പോൾ പലർക്കും വിളിക്കണ്ടേ. 5 മിനിറ്റ് ഇവിടെ വിളിക്കാൻ കിട്ടിയാലേ 2 മിനിറ്റേ കാണുള്ളൂ. അപ്പം ഇപ്പോൾ അമ്മയായിട്ടും അനിയത്തിമാരുമായിട്ട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും കാണും ഹലോ വെച്ചിട്ട് എന്തിയാ കഞ്ഞി കുടിച്ചോ അത്രയും കൊണ്ട് തീരും. എഡ്വിനെ കൊണ്ട് നേരത്തെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ആ പരാതി എന്നാന്ന്. കരിങ്കുന്നം സ്റ്റേഷനിൽ ഇവർ അയൽക്കൂട്ടത്തിൻ്റെ കാശടയ്ക്കാൻ കൊടുത്തു. എന്നിട്ട് ഇവിടെയും കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം ഇപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളുടെ ഈ സ്വഭാവ ദൂഷ്യം നമുക്കറിയാമായിരുന്നു. സ്വഭാവ ദൂഷ്യം അറിയാവുന്നതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല. അച്ഛനും കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ള വീടല്ലേ. അതൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരുവായത്. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോരും, നീ സഹികെട്ടെങ്കിൽ പോരും, അല്ലെ നീ അടിയും തല്ലുമൊക്കെ വന്നാലേ ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. പക്ഷേ അതിന് പേടിയാതെ പോയില്ല. നിങ്ങളിത് ഇങ്ങോട്ട് വിളിച്ചു പോരാൻ പറഞ്ഞു? പിന്നെ പല പ്രാവശ്യം വിളിച്ചു. അന്നാലും അവൾ പോരിയല്ലേ. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോരാൻ പറ്റിയില്ല. 2 പെൺമക്കൾ, ഒരു മകൻ അല്ലേ? ഒരു മകനും. അതെ. എന്തായാലും വളരെ വേദനയോട് കൂടി തന്നെയാണ് അച്ഛൻ പറയുന്നത്. പല കാര്യങ്ങളും പലപ്പോഴും പറഞ്ഞതാണ്. മകളോട് തിരികെ പോരെ, ഇവിടെ ഇത്രയും വലിയ പ്രശ്നമുണ്ടെങ്കിൽ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, തിരികെ ഇങ്ങ് പോരെ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ ആ 3 മക്കളെ ഓർത്തുകൊണ്ടാണ് ഷൈനി വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. പക്ഷേ അവസാനം വീട്ടിൽ നിന്നും അയാൾ അടിച്ചിറക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഷൈനിയുടെ പിതാവ് മറുനാടിനോട് കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അന്ന് രാത്രിയിൽ സംഭവിച്ചത് രാവിലെ മുതൽ രാത്രി വരെ കൊടിയ പീഡനമായിരുന്നു, മർദ്ദനമായിരുന്നു. അതിനുശേഷം രാത്രിയിൽ വീടിന് പുറത്ത് ഇറക്കി വിട്ടപ്പോൾ ഈ നോബിയുടെ തന്നെ ഒരു ബന്ധുവാണ് ഷൈനിയുടെ പിതാവിനെ വിളിച്ച് ഈ വിവരം പറയുന്നതും അന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അല്ലാതെ സ്വയം അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നതല്ല എന്നാണ് ഷൈനിയുടെ പിതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമത്തിൽ വിശ്വാസമുണ്ട്. കടുത്ത ശിക്ഷ തന്നെ നോബിക്ക് നൽകണമെന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്നും DK ദീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.